പുരുഷന്മാരായ ഞങ്ങൾക്ക് ഉമ്മയുടെ കാറിന്റെ ചുവട്ടിലാണ് സ്വർഗമുള്ളത്. ഉമ്മയുടെ കാറിന്റെ ചുവട്ടിലാണ് സ്വർഗമുള്ളത്. ആ ഉമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് എന്ത് ഞങ്ങൾ ചെയ്തോ സ്ത്രീകളെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുമില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹ്ദി അവர்கள் നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലൽ മർആ ഖാല സൗജുഹാ അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലർ റജുലി. ഒരു പുരുഷന് ഒന്നാം സ്ഥാനം ആരോടാണ് നബിയേ? ഒരു പുരുഷന് ഒന്നാം സ്ഥാനം ആരോടാണ്? റസൂലുള്ളാഹിന്റെ മറുപടി ഉമ്മുഹു, അവന്റെ ഉമ്മയോടാണ്, അവന്റെ വാപ്പയോടാണ്. അവന്റെ ഉമ്മയും വാപ്പയുമാണ് ഒന്നാം സ്ഥാനത്ത്. പണ്ഡിത മഹത്തുക്കൾ അത് വിശദീകരിക്കുന്നു. ആ സമയത്ത് സ്ത്രീകൾക്ക് ഒന്നാം സ്ഥാനമോ? അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലൽ മർആ ഖാല സൗജുഹാ. എന്റെ ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരെ, സാധുക്കളായ നമുക്ക് രക്ഷപ്പെടോ? നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ പൊരുത്തം വേണമെന്നല്ലേ പറഞ്ഞത്? അവരുടെ പൊരുത്തമില്ലാതെ ഭാര്യമാരെ എത്ര സന്തോഷിപ്പിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സ്ത്രീകൾക്ക് ഒന്നാം സ്ഥാനം അവരുടെ ഭർത്താവാണ്, രണ്ടാം സ്ഥാനമാണ് അവരുടെ ഉമ്മയും അവരുടെ വാപ്പയും. അവരെ പ്രസവിച്ച ഉമ്മ ഒരു കാര്യം പറഞ്ഞു, ഭർത്താവ് ഒരു കാര്യവും പറഞ്ഞു. എന്നാൽ കേൾക്കേണ്ടത് ഭർത്താവിന്റെ വാക്കാണ്. ഭർത്താവാണ് ഒരു പെണ്ണിന് ഒന്നാം സ്ഥാനത്ത്. എന്നുവെച്ച് നമുക്കെല്ലാവർക്കും ഒന്നാം സ്ഥാനം ഉമ്മയാ. ഏതെങ്കിലും ആളുകൾ ഈ കൂട്ടത്തിൽ പെറ്റ ഉമ്മയെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉമ്മയെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മയോട് വെറുപ്പ് കാണിക്കുന്ന വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ അനുജാ, ജീവിച്ചിരിപ്പുള്ള ഉമ്മയുണ്ടോ? കാല് പിടിച്ചോ, ഉമ്മ എന്ന് വിളിച്ച് പൊരുത്തപ്പെടിച്ചോ. പള്ളിക്കാട്ടിൽ സുഖമായി കിടക്കാൻ, അല്ലെങ്കിൽ വിഷമമാണ്, പ്രയാസമാണ്. എന്തൊക്കെ ചെയ്തു പോയാലും പള്ളിക്കാട്ടിൽ കിടക്കുന്ന ചെറിയ വീട് അതോളത്തെത്തുന്ന തീകുണ്ടാരമായി മാറും. പുഴുക്കളരിക്കുന്ന പാമ്പുകളും തോളുകളും ഒന്നും സ്വീകരിക്കാൻ നിൽക്കുമ്പോ ഉമ്മയുടെ വെറുപ്പോടെ മരിച്ച മകനാണോ? അവിടെ രക്ഷയില്ല. അത് സൂക്ഷിക്കലാണ് നല്ലത്. പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒന്നാം സ്ഥാനം ഉമ്മയാണ്. ഉമ്മയും വാപ്പയും. ആ മുഖം ചൊളിഞ്ഞിരിക്കുന്ന ഉപ്പയുണ്ടല്ലോ, പണ്ടത്തെ ഉപ്പ, നമ്മ പോറ്റു വളർത്തിയ ഉപ്പ. ആ വാപ്പാക്കുന്ന പ്രായമായി, മുഖമൊക്കെ ചുളിഞ്ഞു, മുടിയൊക്കെ നരച്ചു. പണ്ട് കാലത്ത് അതാ ഒരു തൊപ്പിക്കൊടയും